എടപ്പാൾ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പിന്നെ വാർഡ് മെമ്പർ, കൃഷി ഓഫീസർ, ADA ഓഫീസർ, ഇതെല്ലാവരും കൂടെ നമ്മുടെ ഈ ഒരു ചടങ്ങ് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ്. പ്രിയമുള്ളവരെ, എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം മുതൽ പൂക്കൃഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ ഇടപെടൽ പഞ്ചായത്ത് നടത്തുകയും ഫണ്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഓണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂവ് വരുന്നത് പരമാവധി കുറയ്ക്കാനും നമ്മുടെ നാടൻ പൂവ് എല്ലാവർക്കും എത്തിക്കാനും കഴിഞ്ഞു. നമ്മൾ പൂവ് നടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂച്ചെടി നടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൈ വാങ്ങിയതൊക്കെ പുറത്തുനിന്നാണ്. ഇത്തവണ നമ്മുടെ ജംഷീറ തന്നെ ഒരു നഴ്സറി ഒരുക്കുകയാണ്. ചെണ്ടമല്ലിപ്പൂവിൻ്റെ തൈ മുളപ്പിച്ച് അത് പഞ്ചായത്തിലെ വിവിധ തോട്ടങ്ങൾക്ക്, അതുപോലെ കുടുംബശ്രീ ഒരുക്കുന്ന തോട്ടങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള നഴ്സറിയാണ് ഒരുക്കുന്നത്. അതിൻ്റെ വിത്തിടൽ കർമ്മമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ ടീച്ചറാണ് ഇന്ന് വിത്തിടൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ADA വിജീഷ് സാർ ഇവിടെ ഉണ്ട്, നമ്മുടെ കൃഷി ഓഫീസർ സുരേന്ദ്ര സാർ ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ വാർഡിലെ മെമ്പർ കൂടിയായ ശ്രീമതി മുനീറ നാസർ ഇവിടെ ഉണ്ട്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ADC അംഗം അടക്കമുള്ള സുഹൃത്തുക്കളെ, കാര്യത്തിലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിലായാലും പൂക്കളുടെ കാര്യത്തിലായാലും ചെറിയ ചെറിയ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് കളിപ്പാട്ടങ്ങളടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും നമ്മുടെ സാധ്യതകൾ നമ്മൾ കണക്കിലെടുക്കാതെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായ പച്ചക്കറി നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായ പൂവ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ വൈദേശിക ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൃഷി ഓഫീസർ ഈ കാര്യത്തിൽ നല്ല താല്പര്യം എടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മാതൃകാപരമായ കുറേ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷമായി നമുക്ക് സ്വരാജ് ട്രോഫി അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതിന് തയ്യാറായിക്കൊണ്ട് ഇവിടെ ഒരു നഴ്സറി ഒരുക്കാൻ വേണ്ടി തയ്യാറായ ഈ കർഷകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. നമ്മുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി കാർഷിക പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ അധികം ഫണ്ട് നമ്മൾ നീക്കി വെക്കുന്നതും കാർഷിക മേഖലക്കാണ്. അത് 100% ആദ്യം ചെലവഴിക്കുന്നതും നമ്മുടെ കൃഷി ഓഫീസാണ്. കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷവാമ് കോലമിൽ കൃഷി ചെയ്ത് 1-2 തരം ചക്കരമത്ത വലിയ രീതിയിൽ കർഷകന് ലാഭം ലഭിച്ചു. അങ്ങനെ ഒട്ടനവധി പുതിയ, അതുപോലെ ഒരു ബട്ടർനെറ്റ് ഞങ്ങൾ കുയ്യത്തുണ്ടാക്കി, അത് നല്ല രീതിയിലാണ് അയാൾക്ക് വിൽപ്പനയൊക്കെ നടന്നത്. ഇതൊക്കെ നമ്മുടെ കൃഷി ഓഫീസർ വന്നതിന് ശേഷമാണ് നമ്മൾ പരീക്ഷിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതും ഒരു നല്ല നഴ്സറി ആയിട്ട് മാറുന്നതാണ് നമുക്ക്. കാരണം ജംഷീറൊക്കെ ഇതിപ്പോൾ ഒരു വെറും തൊഴിൽ മാത്രമല്ല, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവർക്ക് കിട്ടുകയും വേണം. അതിനുള്ളൊരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ഓഫീസർ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ 5 രൂപ വെച്ചിട്ടൊക്കെ പുറത്തുനിന്ന് തൈകൾ കൊണ്ടുവരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ തൈകൾ വലിയൊരു സുഖമില്ലാത്ത രീതിയിലൊക്കെ ആവും. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്ര തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ 19 വാർഡുകളിലേക്കുള്ള തൈകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അതുകൊണ്ട് ഈ ഉൽപ്പാദനത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഈ ജംഷീറക്കും അതുപോലെ തന്നെ സാറ കൃഷിക്കൂട്ടത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള ഈ ഒരു ജംഷീറ എന്നാൽ ഈ വാർഡിന് തന്നെ ഒരു മാതൃകയാണ്. എന്തൊരു ഇതിലും അവൾക്ക് ഭയങ്കര ഉഷാറ്, എന്ത് കാര്യങ്ങൾ ചെയ്തു നോക്കും. ഒരുപാട് കാര്യങ്ങളിൽ അവിടെ മുന്നിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഉണ്ടാക്കി പല ഇതിലും ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത് നല്ല വിജയകരമായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വിജീഷ് സാറ് പറയുന്നത് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്തിയതിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് കൃഷി ഓഫീസറെ. അതുപോലെ തന്നെ ഇത് ഏറ്റെടുത്ത് നടത്താൻ ഒരാൾ മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അത് ഇവിടുത്തെ കൃഷിയുടെ നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സിഡി ഒന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് സബ്സിഡി കൊടുക്കാം. കാരണം എല്ലാവരും സബ്സിഡി കിട്ടിയതിന് ശേഷം ഒരു രീതിയാണ് ഇത്. എല്ലാവരും തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്സിഡി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പഞ്ചായത്തിലെ സ്കീം മാത്രമല്ല, എനിക്ക് പറഞ്ഞ ബ്ലോക്കിലെ മൊത്തം 6 കൃഷിഭവനുകളുണ്ട്. ഈ 6 കൃഷിഭവനുകളിലും ഇതുപോലെ നമുക്ക് ചണ്ടമല്ലി കൃഷിയുടെ ഓർഡർ വന്നാൽ ഇവിടേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഞാൻ കുറേ ട്രൈ ചെയ്തതാണ് ഈ തൈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ജോബാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ മുളച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു ഇതാണ്. ഇതിൽ എത്രത്തോളം നമ്മളിത് എല്ലാം ഇത് 98 തൈയാണ് ഒരു ട്രയൽ കിട്ടുക. പക്ഷേ ആ 98 കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഇത് പലതും മുളച്ച് വരണമെങ്കിൽ ഈ 40 നഴ്സറി ഏറ്റവും നന്നായിരിക്കണം.
ഈ പോട്ടിംഗ് മിക്സർ എത്രത്തോളം നന്നാവണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന് ഗ്രോത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പോട്ടിംഗ് മിക്സർ നന്നായി തന്നെ നമ്മുടെ തൈയുടെ പ്രൊഡക്ഷൻ നന്നാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ രീതിയിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കി നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം, വേറെ ഒരു കോമ്പിനേഷനിലൂടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയിട്ട് നോക്കാം. എല്ലാം മുളക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ ജംഷീറ ശരിക്കും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു തൊഴിൽ അന്വേഷകയെ ഏത് മേഖലയിലേക്കാണ് തിരിയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കാർഷിക മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ജംഷീറയെ ബോധ്യപ്പെടുത്തുകയും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ജംഷീറ തയ്യാറാവുകയും ചെയ്തു. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് പദ്ധതികളൊക്കെ തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സബ്സിഡി വരാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ മഴമറയെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്ന് സബ്സിഡി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന രീതിയിലാണ് ജംഷീറ വളരെ ഭംഗിയായി മഴമറ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും സബ്സിഡി വരുന്ന മുറയ്ക്ക് ഏറ്റവും ആദ്യം തന്നെ ജംഷീറയ്ക്ക് അത് കൈമാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതേപോലെ തന്നെ എടപ്പാൾ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആവശ്യം പൂക്കൃഷി ചെയ്യുന്ന ആളുകളുടെ അപേക്ഷ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുഴുവൻ നമ്മൾ തൈകൾ കൊടുക്കുന്നത് ജംഷീറയുടെ ഈ കൃഷിക്കൂട്ടത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നും നമുക്കതിനുള്ള ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കാരണം ഈ മേഖല ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഇറക്കിയത് തൈകൾ. അപ്പോൾ അതിന് പകരമായി ബദലായി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, നമ്മളെ ആളുകൾക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതിൽ നിന്നൊക്കെ കൃത്യമായൊരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നത് കർഷകരിൽ ബോധ്യപ്പെടുത്തുക എന്നതാണ് കൃഷിഭവൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടങ്ങളിൽ ഉണ്ടാകില്ല എന്ന് ആളുകൾ പ്രവചിച്ച അല്ലെങ്കിൽ ആളുകളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഒരുപാട് ഫലങ്ങൾ, വിദേശീനം ഫലങ്ങൾ, ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ കർഷകർക്കൊക്കെ അത് നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാതൃകാ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും ഒരു വലിയ ഒരു തൊഴിലില്ലാത്ത ഒരു സംരംഭയ്ക്ക് ഒരു തൊഴിൽ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുക, അതിനൊരു നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വിജയകരമാവുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുന്നതിന് പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്,